സൗദി അറേബ്യയുടെ ഉറങ്ങുന്ന രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ഇനിയില്ല. 20 വർഷത്തെ നീണ്ട ഉറക്കത്തിന് ശേഷം അദ്ദേഹം അന്തരിച്ചു. ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് 2005 ലണ്ടനിൽ വെച്ച് നടന്ന ഒരു വാഹനാപകടത്തെ തുടർന്ന് കോമയിലേക്ക് പോവുകയായിരുന്നു. 15-ാം വയസ്സിൽ UK കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം. 36 വയസ്സായിരുന്നു. അപകടത്തെ തുടർന്ന് അദ്ദേഹത്തെ റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലേക്ക് മാറ്റി. അവിടെ ഏകദേശം 2 പതിറ്റാണ്ടോളം തുടർച്ചയായ വൈദ്യപരിചരണത്തിൽ അദ്ദേഹം ലൈഫ് സപ്പോർട്ടിൽ തുടർന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ ലൈഫ് സപ്പോർട്ട് പിൻവലിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും പരസ്യമായി എതിർത്തു. അദ്ദേഹത്തെ സംരക്ഷിച്ചു പോന്നു. കാലക്രമേണ രാജകുമാരൻ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടു. 1990 ഏപ്രിലിൽ ജനിച്ച പ്രിൻസ് അൽ വലീദ് പ്രമുഖ സൗദി രാജകുമാരനും കോടീശ്വരനുമായ പ്രിൻസ് അൽ വലീദ് ബിൻ തലാലിന്റെ അനന്തരവനുമായ പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ അൽ സൗദിന്റെ മൂത്ത മകനാണ്.